ഹായ് ഗായ്സ്, കുട്ടൂസ് ഫാമിലിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ നാടൻ സ്റ്റൈലിൽ ഒരു ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. കാസർഗോഡ് സ്റ്റൈലിൽ ഒരു ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവുകയാണ്. നമുക്ക് എങ്ങനെയാണ് നോക്കാം ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് 6 സവാള എടുത്തിട്ടുണ്ട്, 4 തക്കാളി, ഒരു വെളുത്തുള്ളി, ഞാൻ ഇഞ്ചി, പിന്നെ മുളകും കൂടി ഉണ്ട്. ഞാൻ മുളകും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞ് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കാം, പേസ്റ്റ് പോലെ ആക്കി എടുക്കാം. നമുക്ക് തക്കാളി പേസ്റ്റും കൂടി ആക്കാം, എന്നാലേ ഒരു ക്രീമി കിട്ടത്തുള്ളൂ കറിക്ക് കേട്ടോ. നേരത്തെ അടിച്ചതിൽ തന്നെയാണ് ഇട്ട് അടിക്കുന്നത് തക്കാളി. തക്കാളി പേസ്റ്റ് റെഡിയായി. നമ്മുടെ വെളുത്തുള്ളി, മുളക്, ഇഞ്ചി പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ സവാള അരിഞ്ഞെടുത്ത് കറിവേപ്പിലയും ഉണ്ട്. നമുക്ക് ചിക്കൻ കഴുകാൻ പോയിട്ടുണ്ട്. ചിക്കൻ കഴുകിയിട്ട് നമുക്ക് കാണാം. ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് വെളിച്ചെണ്ണയ്ക്ക് ചട്ടി ചൂടാവാം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. കഴിച്ചിട്ട് വെളിച്ചെണ്ണ വെച്ചെടുക്കാം. പിന്നെ വെളിച്ചെണ്ണ ചൂടാവണം, അത് നമുക്ക് കാത്തിക്കാട്ടോ. വെളിച്ചെണ്ണ ചൂടായി നമുക്ക് നമ്മുടെ സവാള ഇട്ട് കൊടുക്കാം. നമുക്ക് എല്ലാവരും ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. വാടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, ഇളക്കി കൊടുക്കാം. പിന്നെ അത് വാടി വരുമ്പോൾ നമുക്ക് കരിവേപ്പില ഇട്ട് കൊടുക്കാം. ഇപ്പം നിങ്ങൾ വാടി വയ്ക്കുന്ന കൂടി അതിന് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ അരിച്ച് വെച്ച് പേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി പേസ്റ്റ് ഇടണം. പേസ്റ്റ് ഇട്ട് കൊടുക്കും കേട്ടോ. ഇത് നമ്മൾ പച്ചമണം മാറണം, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കണം. സവാള നന്നായിട്ട് വാടിയിട്ടുണ്ട്. നമുക്ക് 3 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 2-3 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് അത് കഴിഞ്ഞ് നമ്മുടെ ചിക്കൻ മസാല പൊടി ഇട്ട് കൊടുക്കാം. ചിക്കൻ മസാല പൊടി ഇട്ട് കേട്ടോ. നമുക്ക് ഈ പൊടികളുടെ ഒക്കെ മണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം. നമുക്ക് ഇനി അടുത്തത് തക്കാളി പേസ്റ്റ് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ഈ ചിക്കനൊക്കെ ഇളക്കി കൊടുത്താൽ അതിൻ്റെ മസാലയൊക്കെ ചിക്കനിലൊന്ന് പിടിക്കണം. ഈ ചിക്കനിൽ വെള്ളമൊന്നും ഒഴിക്കണം കേട്ടോ. ഇതിനി നമ്മൾ തക്കാളി പേസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അതൊക്കെ ചിക്കനിൽ പിടിച്ച് ചിക്കൻ്റെ വെള്ളം കൂടി വരുമ്പോൾ ഇതിൽ സാധാരണ ചാറ് വരും. അപ്പം ഇതിൽ പ്രത്യേകിച്ചിട്ട് വെള്ളമൊന്നും ഒഴിക്കണ്ട. ഇത് വേഗം വേണ്ടിയിട്ട് ഒന്ന് കുത്തി വെക്കണം. അതിനായിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് വെക്കണം. നമ്മൾ ചിക്കനിൽ ആവശ്യത്തിനധികം വെള്ളം വന്നിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ വെന്തിട്ടില്ല, ഇനി കുറച്ച് കഴിഞ്ഞിട്ട് വന്ന് നോക്കാം കേട്ടോ. കറി സെറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് പുളി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ചെറുനാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ചിക്കൻ കറി ഇതേ ഒരു പാത്രത്തിലേക്ക് മാറ്റാൻ പോവുകയാണ്. അപ്പം ബ്രെഡ് കൂട്ടിയിട്ടാണ് ചിക്കൻ കഴിക്കാൻ പോണത് കേട്ടോ. ചിക്കൻ കറി പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ബ്രെഡൊക്കെ കൂട്ടി കഴിക്കട്ടെ കേട്ടോ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.